കഥ കപിലും ONVയും. വെറുതെ ഇരിക്കുമ്പോൾ സിനിമ കാണാനാണ് എനിക്കിഷ്ടം. ലീലേച്ചി പറയും. എനിക്ക് ക്രിക്കറ്റ് കാണുന്നതാണ് ഇഷ്ടം. അനിച്ചേട്ടൻ പറയും. ഞായറാഴ്ച എങ്ങാനും ടി വിയിൽ ക്രിക്കറ്റ് ആണെങ്കിൽ ലീലേച്ചി അന്ന് മുഴുവൻ മുഖം വീർപ്പിച്ച് നടക്കും. ആരോടും മിണ്ടില്ല. ക്രിക്കറ്റ് കളിക്കാരുടെ എല്ലാം കാലൊടിഞ്ഞ് കിടക്കണേന്ന് പ്രാർത്ഥിക്കും ലീലേച്ചി. എനിക്കും കൊച്ചുകൾക്കും സിനിമയും പാട്ടും ക്രിക്കറ്റും ഒരുപോലെ ഇഷ്ടമായിരുന്നു. ബുക്കിൽ ഒളിപ്പിച്ച നാന ഞാൻ ആർത്തിയോടെ വായിക്കും. മേനകയെ അനുകരിച്ച് തീപ്പെട്ടിക്കോല് കന്മഷിയിൽ മുക്കി കവിളത്ത് കുത്തിട്ട് നടക്കും. നാനയിലെ മേനകയുടെ മുഖവും കണ്ണാടിയിലെ എൻ്റെ മുഖവും താരതമ്യം ചെയ്ത് നോക്കും. കൊച്ചോർക്ക് മാമാട്ടിക്കുട്ടിയമ്മയുടെ ആയിരുന്നു ഇഷ്ടം. അവൾ മാമാട്ടിക്കുട്ടിയമ്മയെപ്പോലെ മുടിവെട്ടി തലയാട്ടി സംസാരിക്കുകയും ചില കുറുമ്പുകൾ കാട്ടുകയും ചെയ്യും. സത്യത്തിൽ ഞാനും കൊച്ചോളും ലീലേച്ചിയെന്നും അനിച്ചേട്ടനെന്നും വിളിച്ചിരിക്കുന്നത് അമ്മയുടെ ചേച്ചിയെയും ഭർത്താവിനെയുമാണ്. അമ്മ ലീലേച്ചിയെന്ന് വിളിക്കുന്നത് കേട്ട് ഞാനും അതുതന്നെ വിളിച്ചു. എന്നെ കേട്ട് കൊച്ചോളും. പലരും തിരുത്താൻ നോക്കിയിട്ടും ഞങ്ങൾ തിരുത്താൻ കൂട്ടാക്കിയില്ല. ഉത്തരേന്ത്യയിൽ നിന്നും ഇടയ്ക്കിടെ ലീലേച്ചിയും കുടുംബവും വരുന്നത് വീട്ടിലൊരു ഉത്സവം പോലെയാണ്. ദിവസങ്ങൾക്ക് മുമ്പേ അവരെ വരവേൽക്കാൻ വീടൊരുങ്ങും. മുറികളും പൂമുഖവും തുടച്ച് വൃത്തിയാക്കും. ലീലേച്ചിയുടെ മുറിയിൽ നിന്നും ഞങ്ങളെ കുടിയൊഴിപ്പിച്ച് മുറി കഴുകിയിറക്കി പുതിയ കിടക്കവിരി, മേശവിരി, തലേണയുറ, ചവിട്ടികൾ അങ്ങനെ ഒരുക്കും അമ്മമ്മ. ലീലേച്ചിയുടെ കുമാരി ലതയ്ക്കും കുമാരി ബിന്ദുവിനും ഉമ്മറത്ത് കസേരയിലിരിക്കാം. അച്ചച്ചൻ്റെ തോളത്ത് തൂങ്ങി നടക്കാം. അമ്മമ്മയുടെ മുറിയിൽ കയറാം. ആരെയും കിടത്താത്ത കട്ടിലിൽ കിടക്കാം. ഊഞ്ഞാലാടാം. അവരെ കാണുമ്പോൾ എല്ലാവരുടെയും നാക്കിൻ്റെ തുമ്പിൽ മോളെ വിളി കിടന്ന് അങ്ങനെ തത്തിക്കളിക്കും. അനിച്ചേട്ടൻ കപിൽദേവിനെ കണ്ടിട്ടുണ്ട്. കയ്യിൽ തൊട്ടിട്ടുണ്ട്. സുനിൽ ഗവാസ്കർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. എനിക്കും കൊച്ചോർക്കും അനിച്ചേട്ടൻ്റെ കയ്യിൽ തൊടുമ്പോൾ കപിൽദേവിനെ തൊട്ടതുപോലെ തോന്നും. ഞങ്ങൾ ചോദിക്കും, കപിൽദേവിനെ കാണാൻ ടി വിയിൽ കാണുന്ന പോലെ തന്നെയാണോ? ഏയ് അല്ല. ടി വിയിൽ വിയർത്ത് കുളിച്ചല്ലേ നമ്മൾ കാണുന്നത്. നേരിട്ട് കാണാൻ അതിലും സുന്ദരനാണ്. ഇന്ത്യക്ക് ആദ്യമായി ലോകകപ്പ് സമ്മാനിച്ചത് കപിലല്ലേ? അനിച്ചേട്ടൻ വാചാലനാകും. കപിലിൻ്റെ ചെകുത്താന്മാർ എന്നായിരുന്നു ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഇന്ത്യൻ ടീമിന് നൽകിയ വിശേഷണം. നൂറ്റാണ്ടുകൾ നമ്മളെ അടിമകളാക്കിയ ഓരോ ഇംഗ്ലീഷുകാരൻ്റെയും മുഖത്തേറ്റ അടിയായിരുന്നു കപിലും ടീമും ഉയർത്തിയ ആ വിസ്മയ കപ്പ്. ആ മനോഹര നിമിഷം ഓരോ ഇന്ത്യക്കാരനും ഹൃദയത്തിൽ വരച്ചിട്ടു. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും വാനോളം ഉയരുകയായിരുന്നു. ഫൈനലിൽ വിവിയൻ റിച്ചാർഡ്സിനെ പുറത്താക്കിയ കപിലിൻ്റെ ക്യാച്ച് ഇന്ത്യയുടെ എന്നല്ല, ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ എക്കാലം ഓർക്കപ്പെടും. അത് ഓർക്കുമ്പോൾ എൻ്റെ രോമങ്ങളിങ്ങനെ എഴുന്നു നിൽക്കും. അനിച്ചേട്ടൻ്റെ വിവരണത്തിനിടയിൽ ഞാനും കൊച്ചോളും ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒരു നിമിഷം പോയി വരും. സമയം കൊല്ലി ഒരു ക്രിക്കറ്റ്. ലീലേച്ചി അപ്പോഴും ഉടക്ക് വർത്താനം പറയും. ഞങ്ങളുടെ ഗ്രാമത്തിൽ ആദ്യമായി ചപ്പാത്തി ഉണ്ടാക്കിയത് ലീലേച്ചിയാണ്. ലീലേച്ചിയുടെ ചപ്പാത്തിയുടെ ഗുണഗണങ്ങൾ അമ്മമ്മ കൊയ്ത്തിനും നടവിനും വരുന്നവരോടും അമ്പലത്തിലെ ഭക്തജനങ്ങളോടുമെല്ലാം പറഞ്ഞു നടക്കും. ലീലേച്ചി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാനും കൊച്ചോളും ചുറ്റിപ്പറ്റി നിൽക്കും. ആദ്യം ചുടുന്നത് കുമാരി ലതയ്ക്കും കുമാരി ബിന്ദുവിനും, പിന്നെ അനിച്ചേട്ടനും. അവസാന ഊഴക്കാരായി ചിലപ്പോൾ ഞങ്ങളെ പരിഗണിച്ചാലായി. ചപ്പാത്തി തിന്ന് കഴിഞ്ഞാലുടനെ കോംപ്ലാനിട്ട പശുവിൻ പാൽ നിർബന്ധമാണ് ലതയ്ക്കും ബിന്ദുവിനും. ഗ്ലാസ് കഴുകാൻ തരുമ്പോൾ ഞാൻ വിരലുകൾ കൊണ്ടൊന്ന് വടിച്ചു നക്കി നോക്കും. ലീലേച്ചി അറിയാതെ കോംപ്ലാൻ കട്ട് തിന്നുന്ന വിദ്യ കൊച്ചോൾക്കറിയായിരുന്നു. ലീലേച്ചിയുടെ മുറി തൂക്കുന്ന ജോലി കൊച്ചോൾക്കാണ്. മേശപ്പുറത്ത് നിരത്തിയിട്ടിരിക്കുന്ന ചില്ലറ നാണയങ്ങളിൽ 1 or 2 അവൾ ഇസ്കും. ഒരു ദിവസം കൊച്ചോൾ പറഞ്ഞു, ഇന്ന് മുറി വൃത്തിയാക്കുന്നതിനിടയിൽ 2 രൂപ അടിച്ചു മാറ്റിയത് അനിച്ചേട്ടൻ കൈയോടെ പിടിച്ചു. ഞാൻ ആകെ നാണിച്ചു പോയി. പക്ഷേ അനിച്ചേട്ടൻ എന്താ പറഞ്ഞതെന്നറിയോ? കൊച്ചോൾ എന്തിനാ അറിയാതെ പൈസ എടുക്കുന്നത്? എൻ്റെ കൊച്ചുകൾക്ക് എത്ര രൂപ വേണമെങ്കിലും അനിച്ചേട്ടൻ തരുമല്ലോ. പകരം എനിക്കൊരു ഉമ്മ തന്നാൽ മതി. ഒരു ഉമ്മയല്ലേ? ഞാനതങ്ങ് കൊടുത്തു. അവൾ 5 രൂപ നോട്ട് ഉയർത്തി കാണിച്ചു. അങ്ങനെ ഞങ്ങൾ ആരും അറിയാതെ രോഹിണി തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. കപ്പലണ്ടി കുറച്ചു. വാസുവിള്ള ചേട്ടൻ്റെ കടയിലെ മുരിഞ്ഞ മുഴുത്ത ഗുണ്ട് തിന്നു. ലീലേച്ചിയുടെ മുറിയിൽ നിന്ന് എപ്പോഴും സിനിമാ പാട്ട് കേൾക്കാം. അനിച്ചേട്ടൻ്റെ കൈവശം നല്ലൊരു കാസറ്റ് ശേഖരമുണ്ട്. ഞാനും കൊച്ചോളും തുറന്നിട്ട് ജനാലയ്ക്ക് അരികിൽ നിന്ന് പാട്ട് കേൾക്കും. കൊച്ചോൾ അത് ഏറ്റുപാടും. അവൾക്ക് 1 or 2 പ്രാവശ്യം കേട്ടാൽ മതി. ഈ ONV സാർ എങ്ങനെയാണ് ഇത്രയും നല്ല പാട്ടുകൾ എഴുതുന്നത്? അവൾക്ക് അതാണ് അത്ഭുതം.
ONV സാറിൻ്റെ വിരൽത്തുമ്പിൽ തൊട്ടാൽ നമുക്കും കവിത എഴുതാൻ പറ്റും. അവൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ അവളെ കളിയാക്കി ചിരിക്കും. ONVയെ കാണുന്നത് ഞങ്ങൾ മനസ്സിൽ താലോലിച്ച സ്വപ്നമായി മാറി. നിലമേൽ കോളേജിലെ കോളേജ് ഡേയോടനുബന്ധിച്ച് കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ONV വരുന്നുണ്ടെന്ന് തെക്കേലെ അരണേച്ചി പറഞ്ഞു. കോളേജിലേക്കുള്ള വഴിയും കവിയരങ്ങിൻ്റെ സമയവും ഒക്കെ പദ്ധതിയിട്ടതും കോളേജ് ഗേറ്റിൽ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞതും അരുണേച്ചിയാണ്. അങ്ങനെ ഞാനും കൊച്ചോളും അനിച്ചേട്ടന് ഉമ്മ വിറ്റ കാശുമായി ONVയെ കാണാൻ പുറപ്പെട്ടു. നിലമേലിൽ വണ്ടി ഇറങ്ങി അരുണേച്ചിയെ തിരഞ്ഞു. അരുണേച്ചിയെ കണ്ടില്ല. എങ്ങോട്ട് പോകണമെന്ന് ഒരു ഊഹവുമില്ല. ആരോടൊക്കെയോ ചോദിച്ചും പറഞ്ഞും ഞങ്ങൾ സ്റ്റെപ്പ് കയറി കുന്നു താണ്ടി ഒരു ഗ്രൗണ്ടിലെത്തി. വാഗപ്പൂക്കൾ വാരി വിതറിയ ഗ്രൗണ്ട്. ഒരു സംഘം ആൺകുട്ടികൾ ഞങ്ങളെ തടഞ്ഞു. ചേട്ടന്മാർ കാട്ടിത്തരാമല്ലോ ONVയെ. ഞാനും കൊച്ചോളും വാഗമര തണലിലിരുന്നു. ഞങ്ങൾ ONVയുടെ അറിയാവുന്ന പാട്ടുകളെല്ലാം പാടി. അവസാനം കണ്ട സിനിമയുടെ കഥ പറഞ്ഞു. അവർ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. ഇത്ര അനുസരണയുള്ള കുട്ടികളായതുകൊണ്ട് ONVയെ കാണിച്ചു തരാം. ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോഴേക്കും അദ്ദേഹം തിരികെ പോയിരുന്നു. കൊച്ചോൾ ഉറക്കെ കരയാൻ തുടങ്ങി. വീട്ടിലറിയാതെ പോയതിനും സ്കൂളിൽ പോകാതിരുന്നതിനും വീട്ടിൽ നിന്നും കണക്കിന് കിട്ടി. ഒരു ദിവസം നാനയുടെ നടുവിലത്തെ പേജിലെ സുന്ദരിമാരുടെ നഗ്ന ഫോട്ടോ കാണാനില്ലെന്ന് അമ്മ കണ്ടുപിടിച്ചു. ഞാനും കൊച്ചോളും ചോദ്യം ചെയ്യപ്പെട്ടു. പുസ്തകങ്ങളും ബുക്കുകളും എന്തിന് ഞങ്ങളുടെ തുണികൾ വെച്ചിരുന്ന തടിപ്പെട്ടികൾ പോലും പരിശോധനയ്ക്ക് വിധേയമായി. ഒരു തുമ്പും കിട്ടിയില്ല. ഞാൻ അച്ചച്ചനെ സംശയിച്ചു. അച്ചച്ചൻ അതൊക്കെ കീറിയെടുത്ത് ആരും കാണാതെ സുന്ദരിമാരുടെ നഗ്നമേനി ആസ്വദിക്കുന്നുണ്ടാവുമോ? തോന്നിയ കാര്യം പുറത്തു പറയാൻ പാടില്ലാത്തത് കൊണ്ട് തോന്നലുകൾ അങ്ങനെ തോന്നലുകൾ മാത്രമായി അവശേഷിച്ചു. കാലം മഴയായും വെയിലായും ജനന മരണങ്ങളായാലും കടന്നുപോയി. കൊല്ലങ്ങൾക്കിപ്പുറം ഞാൻ എൻ്റെ കൊച്ചോളുടെ ഫോട്ടോയ്ക്ക് മുന്നിലെ കത്തുന്ന വിളക്കിനെ നോക്കിയിരിക്കുമ്പോൾ അവൾക്കിപ്പോഴും 12 വയസ്സ്. അന്ന് പത്തായപ്പുരയിൽ നിലത്ത് വിരിച്ച പായയിൽ ജീവനേറ്റ് കൊച്ചോൾ കിടന്നപ്പോൾ ഞാൻ അലറിക്കരഞ്ഞതാണ്. അയാളാണ് എൻ്റെ കൊച്ചോളെ. പറയാൻ അനുവദിച്ചില്ല. വായടപ്പിച്ചു അമ്മയും ലീലേച്ചിയും. ഈ വീട്ടിൽ പോലീസിനെ കയറ്റിയാലേ നീ അടങ്ങുള്ളോ എന്ന് അമ്മമ്മയും. എന്നെ അനാഥയാക്കുമോ എന്ന് ലീലേച്ചിയും ചോദിച്ചു. അമ്മയുടെ നിശബ്ദമായ കരച്ചിൽ, വെറുപ്പും നിസ്സഹായതയും. ഞാനിന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. കൊച്ചോൾ ഉമ്മ വിറ്റ് ഞങ്ങൾ കണ്ട സിനിമകൾ എനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. കൊറിച്ച കപ്പലണ്ടിയും മുരിഞ്ഞ കൊണ്ടും തികട്ടി വരാറുണ്ട്. മരണത്തിന് കൂടിയവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അനിച്ചേട്ടൻ്റെ മുറി തൂക്കുന്ന ജോലി എനിക്കായി. അയാളുടെ മെത്തയുടെ അടിയിൽ നിന്നും നാനയുടെ കാണാതായ താളുകൾ ഞാൻ കണ്ടെത്തി. അയാളുടെ ചുണ്ടിൽ അപ്പോഴും ഒരു വഷളച്ചിരിയുണ്ടായിരുന്നു.